കോഴിക്കോട് എക്സൈസ് ഉദ്യോഗസ്ഥർ എന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ യുവാവ് പിടിയിൽ. മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷിബിലിയാണ് അറസ്റ്റിലായത്. ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ യുവാവിനെ ജയിലിൽ നിന്നിറക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. കേന്ദ്ര ഏജൻസികളായ IB, റോ എന്നിവയുടെ പേരിൽ നേരത്തെയും ആൾമാറാട്ടം നടത്തി പിടിയിലായ ആളാണ് പ്രതി ഷിബിലി. മലപ്പുറം വടക്കുംകര സ്വദേശി മുഹമ്മദ് ഷിബിലിയാണ് എക്സൈസ് ഇൻസ്പെക്ടർ ചമഞ്ഞ് വീട്ടമ്മയിൽ നിന്ന് പണം തട്ടിയെടുത്തത്. ലഹരിക്കേസിൽ അറസ്റ്റിലായ മകനെ വിടുന്നതിനായി 3 ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. പലതവണയായി 85,000 രൂപ വാങ്ങിയെടുക്കുകയും ചെയ്തു. പണം നൽകിയിട്ടും മകനെ വിട്ടയക്കാതെ വന്നതോടെയാണ് വീട്ടമ്മയ്ക്ക് സംശയം തോന്നുകയും പരാതി നൽകുകയും ചെയ്തത്. എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വ്യാജ ID കാർഡ് അടക്കം കാണിച്ചായിരുന്നു തട്ടിപ്പ് പുറത്താകുമ്പോൾ പണം മടക്കി നൽകി പരാതിക്കാരുമായി ഒത്തുതീർപ്പിൽ എത്തുകയായിരുന്നു ഇയാളുടെ രീതി. നേരത്തെ ഇയാൾ IB ഉദ്യോഗസ്ഥനാണെന്നും അതുപോലെ റോയുടെ ഉദ്യോഗസ്ഥനാണെന്നും പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്ന് പൈസ അപലപിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ ജയിലിൽ ഒരു NDPS കേസിനകത്ത് കിടക്കുന്ന ഒരു പ്രതിയുടെ ഉമ്മയിൽ നിന്ന് 3 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. താൻ എക്സൈസ് ഇൻസ്പെക്ടറാണെന്നും ആ പേപ്പറുകളൊക്കെ തന്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്നും താൻ അയാളെ പുറത്തിറക്കാൻ സഹായിക്കാമെന്നും ഒക്കെ പറഞ്ഞിട്ട് 3 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അതിൽ 85,000 രൂപ അവർ പല തവണകളായിട്ട് GPay ചെയ്തും നേരിട്ടും ഒക്കെ കൊടുത്ത പ്രതിയാണ്. ഇയാളെ നമ്മൾ കൊണ്ടോട്ടി എന്ന സ്ഥലത്ത് വെച്ചിട്ട്, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്നൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലെ വിവിധ ആഡംബര ഹോട്ടലുകളിൽ മുറിയെടുത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളായ റോയുടെയും NIA-യുടെയും ഓഫീസറാണെന്ന വ്യാജേന പണം തട്ടിയെടുത്ത ഇയാളെ കഴിഞ്ഞ വർഷവും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്രങ്ങളിലെ വിവാഹ പരസ്യങ്ങളിൽ വരുന്ന രണ്ടാം വിവാഹക്കാരായ സ്ത്രീകളുടെ പേരും വിവരവും ഫോൺ നമ്പറും എടുത്ത ശേഷം അവരെ വിളിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് സ്വർണവും പണവും തട്ടിയെടുക്കുന്നതും ഇയാളുടെ പതിവാണ്. ചുരുങ്ങിയ ചെലവിൽ ഗ്രാനൈറ്റ്, മാർബിൾ എന്നിവ നൽകാമെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യം നൽകി ഒട്ടേറെ പേരിൽ നിന്ന് പണം തട്ടിയെടുത്തതായും പോലീസ് പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്.